യേശുക്രിസ്തുവിൻ്റെ ആ കാൽവരിയിലെ മരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിശ്വസിക്കുന്നവർക്ക് പാപമോചനം ഉണ്ടാകണം എന്നുള്ളതാണ്. സ്തോത്രം, ഹല്ലേലൂയ. പാപമാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. യേശുക്രിസ്തുവിലുള്ളതായ വിശ്വാസം മൂലം അവൻ തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സ്തോത്രം പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അങ്ങനെ ശുദ്ധീകരണം പ്രാപിക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ആ ഇഷ്ടത്തിൽ യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. വേറെ ഒരു വിധത്തിലും മനുഷ്യനെ വിശുദ്ധീകരിക്കപ്പെടുവാൻ വഴിയില്ല. സ്തോത്രം, അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് പറയുകയാണ്. എബ്രായ ലേഖനത്തിൽ തന്നെ വീണ്ടും ഒരു വേദഭാഗം നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു. 13-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. സ്തോത്രം. ശ്രദ്ധിക്കുക, ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് വേണ്ടി നഗരവാതിലിന് പുറത്തു വെച്ച് കർത്താവ് കഷ്ടം സഹിച്ചു എന്ന് പറയുകയാണ്. സ്തോത്രം. നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി. അപ്പോൾ യേശുക്രിസ്തുവിലുള്ളതായ വിശ്വാസത്താലാണ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു എന്ന് ഒരുവൻ വിശ്വസിക്കുമ്പോൾ, സ്തോത്രം, അങ്ങനെ വിശ്വസിക്കുന്ന വിശ്വാസത്താൽ എന്ത് ചെയ്യുന്നെന്ന് ചോദിച്ചാൽ, സ്തോത്രം, കർത്താവ് തൻ്റെ രക്തം കൊണ്ട് അവരെ കഴുകുകയാണ്. ആ വിശ്വാസത്താൽ സ്തോത്രം അവന് ശുദ്ധീകരണം പ്രാപിക്കുന്നു. അതാണ് യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ സ്തോത്രം, ദൈവ ജനങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് യേശുവിൻ്റെ രക്തമാണ്. ഹല്ലേലൂയ. രക്തത്താലുള്ളതായ ശുദ്ധീകരണമാണ്. എബ്രായ ലേഖന കർത്താവ് അത് എടുത്തെടുത്ത് പറയുന്നുണ്ട്. പല ഭാഗങ്ങളിൽ അത് സൂചിപ്പിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. പഴയ നിയമ ഭാഗത്തേക്ക് വരുമ്പോൾ അവൻ സമാഗമന കൂടാരത്തിൽ ഉണ്ടായിരുന്ന സകല ഉപകരണങ്ങളും, ഏറെക്കുറെ സകല ഉപകരണങ്ങളും സ്തോത്ര രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് പറയുകയാണ്. സ്തോത്ര, ഹല്ലേലൂയ. അതുതന്നെയാണ് നമുക്ക് ഇവിടെയും കാണുവാൻ കഴിയുന്നത്. ഒരുവൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് നിൽക്കുവാനുള്ള യോഗ്യത ഉള്ളവനായി തീരുവാൻ, ദൈവിക അനുഗ്രഹങ്ങൾക്ക് യോഗ്യത ഉള്ളവനായി തീരുവാൻ, സ്തോത്രം, ഹല്ലേലൂയ, പാപം മായിച്ചു കളയപ്പെടണോ, പാപം മന്നിക്കപ്പെടണോ, പാപം ക്ഷമിക്കപ്പെട്ടുവെങ്കിൽ മാത്രമേ അവന് ദൈവികമായ അനുഗ്രഹങ്ങൾക്ക് പ്രാപ്തനായി തീരുവാൻ കഴിയുകയുള്ളൂ. അതിന് ഒരു വഴി എന്താണെന്ന് ചോദിച്ചാൽ യേശുവിന്റെ രക്തമാണ്. സ്തോത്രം. വിശ്വസിക്കുന്നവർ ഇങ്ങനെ പറയണം, കർത്താവേ, നീ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചല്ലോ, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് കർത്താവേ നീ എനിക്ക് വേണ്ടി മരിച്ചു, ഞാനത് ഹൃദയപൂർവ്വമായി വിശ്വസിക്കുന്നു, മനഃപൂർവ്വമായി വിശ്വസിക്കുന്നു, ഇനി ഞാൻ പാപം ചെയ്യുകയില്ല. കർത്താവേ, എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് നിന്റെ രക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധന്മാരുടെ ഗണത്തിൽ എന്നെ കൂട്ടണമേ എന്ന് അവൻ ആരെങ്കിലും ഉള്ളം കൊണ്ട് മനസ്സു തുറന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, സ്തോത്രം, വിശ്വാസത്താൽ അങ്ങനെയുള്ളവർക്ക് പാപമോചനവും ലഭിക്കുകയാണ്. അവർക്ക് വിശുദ്ധന്മാരുടെ ഇടയിലേക്കുള്ളതായ അവകാശം ലഭിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. രണ്ടാമതായിട്ട് നാം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്ന യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം ഇപ്പോൾ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. സ്തോത്രം. രണ്ടാമത്തെ കാര്യം, സ്തോത്രം, വചനത്തിനാൽ ഉണ്ടാകുന്ന, ദൈവത്തിൻ്റെ വചനം മനുഷ്യന് വരുത്തുന്ന ഒരു മാറ്റമാണ്. ദൈവത്തിൻ്റെ വചനം കേട്ട് സ്തോത്രം തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ, സ്തോത്രം, ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാതെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വചനം കേട്ട് അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് വചനത്താൽ ഒരു ശുദ്ധീകരണം, സ്തോത്രം, ദൈവജനങ്ങൾ പ്രാപിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അല്ലെങ്കിൽ ആ വചനം കേട്ട് വിശുദ്ധീകരണം പ്രാപിക്കുന്ന ജനത്തിൻ്റെ പേരാണ് ദൈവസഭ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പ്രത്യേകം പറയുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന
പ്രിയ സ്നേഹിതരെ, സ്തോത്രം, യേശു പറയുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച യേശുവിൻ്റെ വചനം, കർത്താവ് പറഞ്ഞ വാക്യങ്ങൾ, സ്തോത്രം, ആ വചനം ഏറ്റെടുക്കുന്നവർ, ഹല്ലേലൂയ, സ്തോത്രം, വചനത്തെ ഏറ്റെടുക്കുമ്പോൾ, സ്തോത്രം, വചനം നമ്മോട് നമ്മുടെ പാപത്തെയും നമ്മുടെ, സ്തോത്രം, ഹല്ലേലൂയ, അക്രമങ്ങളെയും ദൈവഹിതമല്ലാത്തതായ പ്രവർത്തികളെയും ചൂണ്ടിക്കാണിക്കുമ്പോൾ, സ്തോത്രം, അതിൽ നിന്ന് വെളിയെ വന്ന് ആ പാപ സ്വഭാവത്തിൽ നിന്നും പാപ പ്രവർത്തികളിൽ നിന്നും വെളിയെ വരുമ്പോൾ അപ്പോഴാണ് ഒരുവൻ, സ്തോത്രം, ശുദ്ധീകരണം പ്രാപിക്കുന്നത്. സ്തോത്രം, നാം യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു വാക്യം കാണുവാൻ കഴിയുന്നു. ആ വേദഭാഗം ഒന്ന് വായിക്കട്ടെ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം, സ്തോത്രം, അതിൻ്റെ 21 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവേൻ. ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്ന വേദഭാഗം, ആകയാൽ സകല എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട്. വചനം നമുക്ക് കേൾക്കുമ്പോൾ, സ്തോത്രം, പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ 3000 പേർക്ക് കുത്തുകൊണ്ടു എന്നാ പറഞ്ഞത്. സ്തോത്രം, അവരുടെ പാപം അവർക്ക് ബോധ്യപ്പെട്ടു, അവരുടെ പാപത്തെ അവർ സമ്മതിച്ചു. അപ്പോൾ വചനം കേൾക്കുമ്പോൾ ചില പാപങ്ങൾ ആ വചനം നമുക്ക് ചൂണ്ടിക്കാണിക്കും. സ്തോത്രം, ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ വചനത്തെ നമ്മൾ എന്ത് ചെയ്യണം? വചനത്തെ ഏറ്റുകൊണ്ടുകൊണ്ട് എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യം വിട്ടുകളയണം. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത്. അത് ദുർചിന്ത, വ്യഭിചാരം, പരസംഗം, മോഷണം, ദുഷ്ടത, ചതി, വിടക്കുകണ്ണ്, ദൂഷണം എന്നിവ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട് അവനെ അശുദ്ധനാക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വചനം ചില കാര്യങ്ങൾ, നമ്മിലുള്ളതായ ദൈവഹിതമല്ലാത്തതായ വാക്കുകളോ പ്രവൃത്തികളോ നമ്മുടെ ശീലങ്ങളോ നമ്മുടെ വികാരങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഒരു ദൈവവൈതൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ആമേൻ, അതിനെ വിട്ടുകളയണം. വചനത്തെ ഏറ്റെടുത്തുകൊണ്ട്, ദൈവമാണ് എന്നോട് സംസാരിക്കുന്നത്, ദൈവത്തിന്റെ വചനം എന്നോടാണ് സംസാരിക്കുന്നത്, എൻ്റെ പാപത്തെക്കുറിച്ചാണ്, ഞാൻ വിശുദ്ധീകരിക്കപ്പെടുവാനാണ്, ഞാൻ ആ അക്രമത്തിൽ നിന്നും അഴുക്കിൽ നിന്നും വെളിയെ വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട്, ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്നോട് സംസാരിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ആ സ്വതന്ത്ര വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് ആ പാപത്തിൽ നിന്ന് വെളിയെ വരണം. അപ്പോഴാണ് ഒരുവൻ ശുദ്ധീകരണം പ്രാപിക്കുന്നത്. സ്വതന്ത്ര അടുത്ത വചനം പറയുകയാണ്, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. സ്തോത്രം, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, വചനം കേൾക്കുക മാത്രം ചെയ്യുകയല്ല വേണ്ടിയത്. വചനം കേൾക്കുന്നവരുണ്ട് പലരും. അവൻ, സ്തോത്രം, വചനം നന്നായിട്ട് കേൾക്കും, കേട്ടിട്ട് പ്രസംഗം ചെയ്യുന്നവർക്കൊരു മാർക്ക് ഇട്ടിട്ട് പോകും. നല്ല പ്രസംഗമായിരുന്നു, നല്ല വെളിപ്പാടുകളാണ് പ്രസംഗിച്ചത്, സ്തോത്രം, ഹല്ലേലൂയ, അദ്ദേഹത്തിന് ചില കാര്യങ്ങളൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നവരെ പുകഴ്ത്തുകയോ, സ്തോത്രം, ഹല്ലേലൂയ, അതിന് മാർക്കിടുകയോ ചെയ്യണമെന്നല്ല പറയുന്നത്. അങ്ങനെ പ്രസംഗം, വചനം കേൾക്കുക മാത്രം ചെയ്താൽ നിങ്ങൾ നിങ്ങളെ തന്നെ ചതിക്കുകയാണ്. എന്നാൽ തിരുവചനം പറയുന്നു, കേൾക്കുക മാത്രമല്ല, അതിനെ ചെയ്യുന്നവരായും ഇരിക്കണം, അതിനെ ഏറ്റെടുക്കണം, ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. വചനം പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ തിരിക്കണം. വചനം പറയുന്നത് പോലെ, സ്തോത്രം, ചില അഴുക്കുകളെ വിട്ടുകളയണം, ചില ദുർമാർഗങ്ങളെ വിട്ടുകളയണം, ചില ദുശീലങ്ങളെ വിട്ടുകളയണം, ചില ആകാത്ത വഴികളെ വിട്ടുകളയണം, സ്തോത്രം, ചില കൂട്ടുകെട്ടുകളെ വിട്ടുകളയണം, ചില നല്ല കാര്യങ്ങൾ സ്വീകരിക്കണം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ചില സദുദിവസങ്ങള് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. അപ്പോഴാണ്, സ്തോത്രം, വചനം കൊണ്ട് ഒരുവൻ വിശുദ്ധീകരിക്കപ്പെടുന്നത്. സ്തോത്രം, ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്ത വചനം പറയുകയാണ്, സ്തോത്രം, ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. സ്തോത്രം, ചെയ്യാത്തവനായിരുന്നാൽ, സ്തോത്രം, സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മറന്നു പോകുകയാ. എന്നാ രൂപമാണ്, ഷേപ്പ് എന്താണ് എന്ന് മറന്നുപോയിട്ട് വീണ്ടും വന്ന് നോക്കുകയാണ്. സ്തോത്രം, അങ്ങനെ ചെയ്യാത്തവർ അങ്ങനെയാണ്. വീണ്ടും വീണ്ടും താൻ എങ്ങനെയുള്ളവൻ എന്നുള്ള കാര്യം മറന്നു പോകുന്നു. താൻ ചെയ്ത സ്വഭാവങ്ങളെക്കുറിച്ച്, ഭാവങ്ങളെക്കുറിച്ച്, തെറ്റുകളെക്കുറിച്ച് മറന്നു പോകുകയാണ്. താൻ വീണ്ടും നല്ല മനുഷ്യനാണെന്നുള്ള ചിന്തയോടുകൂടിയാണ് നടക്കുന്നത്. എന്നാൽ വചനം കേൾക്കുന്നുവെങ്കിൽ, അത് ഉള്ളത്തിൽ സ്വീകരിക്കുന്നുവെങ്കിൽ, അതിൻ്റെ, സ്തോത്രം, ഒരു നല്ല വിത്ത് പോലെ ഉള്ളത്തിൽ അത് പതിയുന്നുവെങ്കിൽ, വേര് മുളയ്ക്കുന്നുവെങ്കിൽ, സ്തോത്രം,
സ്വതന്ത്രം തീർച്ചയായിട്ടും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാകും, നമ്മുടെ ജീവിതത്തിന് ഒരു പ്രത്യാശ ഉണ്ടാകും. നാം ചെയ്തതൊക്കെ സാധിക്കും. ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെ ഉണ്ടാകും, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടാകും. ആ വചനം നമ്മോട് നമ്മുടെ പ്രയാണങ്ങളിൽ നാം സ്വതന്ത്രം കിടന്നുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാം കേട്ട വചനം, നാം സ്വീകരിച്ച വചനം നമ്മോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ പറയുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ഹല്ലേലൂയ. സ്വതന്ത്രം വചനം, ആമേൻ, സ്വതന്ത്രം ഹല്ലേലൂയ, ഭാവിയെ അത് സ്വതന്ത്രം നിർമ്മലനാക്കി മാറ്റുകയാണ്. ദൈവത്തിന്റെ വചനം, ആമേൻ, സ്വതന്ത്രം ഹല്ലേലൂയ, നരഭോജിയെ നരസ്നേഹിയാക്കി മാറ്റുകയാണ്. ദൈവത്തിന്റെ വചനം രൂപാന്തരപ്പെടുത്തിയ അനേക ജീവിതങ്ങൾ ഇന്ന് ഭൂമുഖത്തുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അനേകരുടെ ജീവിത അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, സ്വതന്ത്രം. ആമേൻ, ഞാൻ ഒരു മനുഷ്യനെ കുറിച്ച് കേട്ടു. ആമേൻ, ആഫ്രിക്കാവിലെ 28 മനുഷ്യനെ കൊന്നു തിന്ന ഒരു നരഭോജിയായ മനുഷ്യൻ. ഹല്ലേലൂയ. അദ്ദേഹം യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ, ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ അദ്ദേഹം ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ മുൻപാകെ കരഞ്ഞ് വീണപേക്ഷിച്ച്, കർത്താവേ, ഇതുവരെയും ഞാൻ മനുഷ്യ ജീവിതങ്ങളെ കൊന്നു തിന്ന ഒരു മനുഷ്യനായിരുന്നു. അത് കൊലപാതകമാണെന്നറിയാതെ ഞാൻ ജീവിച്ച നാളുകളുണ്ട്. എന്നാൽ എന്നോട് ക്ഷമിക്കണമേ, ഇനി ഞാൻ അങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് വചനത്തിന് മുൻപാകെ സറണ്ടറായി താൻ തന്റെ ജീവിതത്തെ വചനത്തിന് നേരാകെ തിരിച്ചുകൊണ്ട് ദൈവത്തിന് തന്നെ സമർപ്പിച്ചപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ദൈവം തന്റെ പാപങ്ങളെ ക്ഷമിച്ചു സമാധാനപൂർണമായ ജീവിതം ചെയ്തുകൊണ്ട് അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ ആ നരഭോജിയായ മനുഷ്യനിടയായി തീർന്നു. ഹല്ലേലൂയ. തിരുവചനം അനേക ജീവിതങ്ങളെ എന്നും രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്രം ദൈവസഭ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കണോ? ആമേൻ, സ്വതന്ത്രം. വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട സമൂഹത്തിന്റെ പേരാണ് ദൈവസഭ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്വതന്ത്രം. കൊരിന്ത്യ ലേഖനം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. സ്വതന്ത്രം. ഹല്ലേലൂയ. അടുത്തതായിട്ട് സ്വതന്ത്രം ദൈവ ജനങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ, സ്തോത്രം, നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. സ്തോത്രം. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അവർക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടും കൂടെ ഉണ്ടായിരുന്നില്ല. പരിശുദ്ധാത്മാവ് എന്താണെന്ന് അറിയത്തില്ല. എന്നാൽ സ്തോത്രം, യേശു കർത്താവിനെ വിശ്വസിച്ച് അവർ മുൻപോട്ട് കടന്നു വന്നപ്പോൾ ദൈവം അവരെ, സ്തോത്രം, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആമേൻ, സ്തോത്രം, വചനം കേട്ട് വിശ്വസിച്ച് മുൻപോട്ട് വന്ന ആ സമൂഹത്തിന്റെ മേലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പരിശുദ്ധാത്മ ഇറങ്ങി വന്നപ്പോൾ ചിലർക്കൊക്കെ അസൂയ ഉണ്ടായി. സ്തോത്രം. ഹല്ലേലൂയ. അന്നത്തെ യഹൂദന്മാർ, മതാനുസാരികൾ, അവർക്ക് മാത്രമേ ദൈവത്തെ ഭജിക്കുവാനും സ്വതന്ത്രം അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സ്വതന്ത്രം, ഹല്ലേലൂയ, ഇവരിപ്പോൾ ഇങ്ങനെ കുറച്ച് സ്വതന്ത്രം അസൂയൊക്കെ പൂണ്ടുകൊണ്ട് സ്വതന്ത്രം അവര് ശരിയല്ലെന്നോ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പറയുവാൻ തുടങ്ങി. സ്വതന്ത്രം. ഇവിടെ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സ്വതന്ത്രം, ഹല്ലേലൂയ, നമ്മെ പോലെ ദൈവം അവരെയും പരിശുദ്ധാത്മാവ് കൊണ്ട് വിശുദ്ധീകരിച്ചേക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവസഭ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടണം. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ്, യോഹന്നാന്റെ ലേഖനത്തിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു, പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും നമ്മെ വഴി നടത്തുമെന്ന് പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സകല സത്യത്തിലും. സ്തോത്രം. 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സ്തോത്രം. ഹല്ലേലൂയ. സകല സത്യത്തിലും പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരുന്ന്, ഒരുപക്ഷെ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ജ്ഞാനസ്നാനമെടുത്ത് ദൈവസഭയിൽ ആയിരുന്നിട്ടും, സ്തോത്രം, ഹല്ലേലൂയ, ചില പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടും ആ സ്തോത്രം നമ്മൾ വിട്ടുപിരിയാത്ത ചില സ്തോത്രം സ്വഭാവങ്ങളൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ, സ്തോത്രം, പരിശുദ്ധാത്മാവ്
ആ വ്യക്തികളോട് ഇടപെട്ട് നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലെ സ്തോത്രം നാം ഒളിച്ചു വെച്ചിരിക്കുന്ന സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുവാൻ മടിക്കുന്ന സ്തോത്രം ചില സ്തോത്രം വളരെ ചെറുത് എന്ന് നാം വിചാരിക്കുന്ന ആ തെറ്റുകൾ കൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശുദ്ധീകരണത്തിൻ്റെ പാതയിൽ കൂടെ നമ്മെ നടത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. സ്തോത്രം. അതാണ് 16-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 8-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുമെന്ന് പറയുകയാണ്. പരിശുദ്ധാത്മാവ് സ്തോത്രം ശ്രദ്ധിക്കുക, സകല സത്യത്തിലും വഴി നടത്തുന്നത് പാപത്തെക്കുറിച്ച് നമുക്ക് ബോധം വരുത്തും. ഇത് തെറ്റാണ് എന്ന് ബോധം വരുത്തും. സ്തോത്രം. ഇനിയും നീതി ഏതാണ് എന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരും. സ്തോത്രം. തെറ്റ് ചെയ്താൽ വരുന്ന ആ ന്യായവിധി എന്താണ് എന്ന് പരിശുദ്ധാത്മാവ് ബോധം വരുത്തും. സ്തോത്രം. അതാണ് അവൻ ഹല്ലേലൂയയോടെ പറയുകയാണ്, ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. അവൻ എന്നിൽ വിശ്വസിക്കായി കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കയാൽ ന്യായവിധിയെക്കുറിച്ചും തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ പരിശുദ്ധമായി ജീവിക്കേണ്ടതിന് വളരെ അധികം ആവശ്യമായ ഒരു കാര്യമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഈ നാളുകളിൽ ഞാനും കൂടെ ചോദിക്കട്ടെ, ഒരുപക്ഷെ നിങ്ങൾ സ്തോത്രം ഹല്ലേലൂയ ദൈവസഭയുടെ ഒരു അംഗമായിരിക്കാം. ആമേൻ. സ്തോത്രം. മനസാന്തരപ്പെട്ട് കുറച്ചു കാലമായ ആരാധനയിൽ സംബന്ധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ആമേൻ. സ്തോത്രം ഹല്ലേലൂയ. അതിന്റെ അടുത്ത സ്റ്റെപ്പ് ജ്ഞാനസ്നാനം എടുത്തുകൊണ്ട് നിങ്ങൾ ഹല്ലേലൂയ മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചുവോ? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് തിരുവചനം വളരെ വ്യക്തമായി പറയുന്നു. ആമേൻ. സ്തോത്രം. നമ്മുടെ മുൻപിതാക്കന്മാർ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഹല്ലേലൂയ സ്തോത്രം ഈ ഉപദേശത്തെ വളരെ കട്ടായമായിട്ട് ദൈവസഭകളിൽ ഉപദേശിച്ചിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയുള്ളതായ കാര്യം കാണുന്നില്ല. സഭയ്ക്കുള്ളിൽ വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നുള്ളതായ ചിന്താഗതിയാണ് പലർക്കും ഉണ്ടാകുന്നത്. രക്ഷിക്കപ്പെട്ട ജനത്തോട് കൂടെ വരുമ്പോൾ ഒന്ന് കൈയടിച്ചെങ്കിൽ, ഉറക്കെ ഒന്ന് പാട്ടുപാടിയെങ്കിൽ, ഏതെങ്കിലും ശരീരഭാഗങ്ങളൊന്ന് അനങ്ങിയെങ്കിൽ സ്വതന്ത്ര പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് തെറ്റായി വിചാരിക്കുന്നവരുണ്ട്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ അതിന് ചില സ്തോത്ര ഹല്ലേലൂയ പ്രത്യക്ഷമായ ലക്ഷണങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ അപ്രത്യക്ഷമായ ചില ലക്ഷണങ്ങളുണ്ട്. സ്തോത്രം. തീർച്ചയായിട്ടും ദൈവജനം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഈ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് തിരുവചനം വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ഇത് പരിശുദ്ധാത്മാവിന്റെ കാലമാണ്. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി ദൈവം കൊടുക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല എങ്കിൽ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് എന്നെ കർത്താവേ നിന്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഹല്ലേലൂയ ആമേൻ സ്തോത്രം, അവൻ അളവ് കൂടാതെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 7:37 നാം വായിക്കുമ്പോൾ കർത്താവ് പറയാണ്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ആമേൻ ഹല്ലേലൂയ. ഇച്ഛിക്കുന്നവന് തിരുവെഴുത്ത് പറയുന്നത് പോലെ സ്തോത്രം ഹല്ലേലൂയ വേദഭാഗം ഒന്ന് വായിക്കട്ടെ. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ദാഹിക്കുന്നവനെല്ലാം വരട്ടെ. പരിശുദ്ധാത്മാവിന് ആവശ്യമുള്ളവർ, അതിനുവേണ്ടി ഹല്ലേലൂയ ആവശ്യമുള്ളവർ കർത്താവിന്റെ അടുക്കലേക്ക് വരട്ടെ. കർത്താവിനോട് ചോദിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ, ഉപവാസം എടുക്കട്ടെ, കാത്തിരിക്കട്ടെ. തീർച്ചയായിട്ടും അവൻ പരിശുദ്ധാത്മാവിനെ നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ ദൈവസഭ ഓരോ ദിവസവും വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. വചനം കൊണ്ട് ഓരോ നാളും വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നാം വായിക്കുമ്പോൾ റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമുക്കവിടെ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടിട്ട് ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ എന്ന് വായിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതാണ് ദൈവസഭ.
സ്തോത്രം. ആത്മാവിൽ ആരാധിക്കണമെന്നാണ് പറയുന്നത്. സ്തോത്രം. ജഡം കൊണ്ടല്ല ആരാധിക്കേണ്ടത്. സ്തോത്രം. ഗലാത്യ സഭയോട് പറയുമ്പോൾ നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിലായി ഇപ്പോൾ അവസാനിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ആരാധന ആത്മാവിലായിരിക്കണം. നമ്മുടെ ദൈവം ആത്മാവാകുന്നു. ആത്മാവായ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം. ആത്മാവിൽ ആരാധിക്കുമ്പോൾ അത് എഴുതി വെച്ചതായ ചില പ്രമാണങ്ങൾ ഉരുവിടുന്നതല്ല ആത്മാവിൻ്റെ ആരാധന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആത്മാവിൽ ആരാധിക്കുമ്പോൾ നമ്മുടെ ആന്തരികമായ ആവശ്യങ്ങൾ സ്വത്രം ദൈവം അറിയുകയാണ് ചെയ്യുന്നത്. ആത്മാവിൽ ആരാധിക്കുമ്പോൾ ജഡം കൊണ്ട് അതിനെ നിയന്ത്രണം ചെയ്യുവാൻ പറ്റുകയില്ല. ആമേൻ. സ്വത്രം. ജഡീയ ശക്തികൾക്ക് അതിനെ നിയന്ത്രിക്കുവാൻ പറ്റുകയില്ല. ആമേൻ. ഹല്ലേലൂയ. ആത്മാവിൽ ആരാധിക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള വിഷയങ്ങൾ ദൈവത്തിന് കൈമാറുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. സ്വത്രം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ആമേൻ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത് എന്ന് പറയുക. സ്തോത്രം. ആ വിഷയങ്ങളൊക്കെ ഇതിൻ്റെ പുറകെ അങ്ങനെ വരുന്നുണ്ട്. സ്തോത്രം. അതൊക്കെ ദൈവസഭ അറിഞ്ഞിരിക്കേണ്ടതും, സ്തോത്രം, അതൊക്കെ ചില ഇന്നത്തെ ആത്മീയ ലോകത്തിൽ ചില തർക്കസംഗതികളൊക്കെയാണ്. സ്തോത്രം. അതൊക്കെ വ്യക്തമായിട്ട് പറയണമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് നമ്മോട് കർത്താവിനെ കുറിച്ച് പറയും, കർത്താവിൻ്റെ സാക്ഷ്യം തരും. ഹല്ലേലൂയ. അവൻ വന്ന് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുമെന്ന് കർത്താവ് പറയുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മെ നീതിപാതകളിൽ വഴി നടത്തും. ഹല്ലേലൂയ. നീതിയായിട്ട് നമ്മെ വഴി നടത്തും. തെറ്റായ വഴിയിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, പുറകിൽ നിന്നൊരു ശബ്ദമുണ്ടാകും, വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുവീനെന്ന്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവൻ, സ്തോത്രം, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്നുവെങ്കിൽ ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവൻ അറിയാം ഏത് ചെയ്യണം, ഏത് ചെയ്യാൻ പാടില്ല എന്ന്, എങ്ങനെ പോകണം, എങ്ങനെ ആരാധിക്കണം, എങ്ങനെ സ്വതന്ത്രം ദൈവത്തിന്റെ മുൻപിൽ ആയിരിക്കണം, എങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവൻ സ്വതന്ത്രം തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് അവനോട് കൂടെ ഇരുന്നവനെ സ്വതന്ത്രം ഉപദേശിച്ചു വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം, പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരണം പ്രാപിച്ചവരാണ് ദൈവസഭ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ വീണ്ടും മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. നമുക്ക് അടുത്ത വേദഭാഗത്തേക്ക് പോകാം. സ്തോത്രം. ഇതിൻ്റെ ഈ വിഷയം തന്നെ സ്തോത്രം ഈ കൊരിന്ത്യ ലേഖനത്തിൻ്റെ പല ഭാഗങ്ങളിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് കാണാവുന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവിടെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, നിങ്ങൾക്ക് ക്രിസ്തയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് പറയുകയാണ്, നിങ്ങൾക്ക് ക്രിസ്തയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ. സ്തോത്രം. സഭ, ദൈവജനങ്ങൾ ദൈവകൃപ പ്രാപിച്ചവരാണ്, ദൈവകൃപയുള്ളവരാണ്. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ നാം ഇന്ന് കാണുമ്പോൾ സ്തോത്രം ആ ദൈവകൃപ തേഞ്ഞു മാഞ്ഞു പോയോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. കൊരിന്ത്യ സഭയിലെ ദൈവകൃപ പ്രാപിച്ചവരാണ് എന്ന് പറയുകയാണ്. നിങ്ങൾക്ക് ക്രിസ്തയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം നിങ്ങൾക്ക് നല്ല ദൈവകൃപയുണ്ട്. സ്വതന്ത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, അവൻ നിങ്ങൾ ദൈവകൃപ പ്രാപിച്ചവരാ. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപയുണ്ട്. എങ്ങനെയാണ് ആ ദൈവകൃപയെ കുറിച്ച് ഇവിടെ പറഞ്ഞേക്കുന്നത്? സ്വതന്ത്രം. ഹല്ലേലൂയ. ചില വാക്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ. റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ദൈവസഭ പ്രാപിച്ച ഒരു ദൈവകൃപയെ കുറിച്ച് അവിടെ പറഞ്ഞേക്കുകയാണ്. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. വളരെ വ്യക്തമായ ഒരു കാര്യം പറയാണ്. നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു, പാപത്തിന് നിങ്ങൾ വിൽക്കപ്പെട്ടവരായിരുന്നു, പാപം നിങ്ങളെ അടിമപ്പെടുത്തിയിരുന്നു. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. പാപത്തിൽ നിന്ന് ഒരുവൻ
ഉപദേശത്തെ കേട്ട് വചനം കേട്ട് രക്ഷിക്കപ്പെടണം. സ്തോത്രം. ദൈവജനം അങ്ങനെയാണ്. ചിലർ ദർശനമൊക്കെ കണ്ടിട്ട് ദർശനത്തിൻ്റെ പിന്നാലെയൊക്കെ അങ്ങ് പോവുകയാണ്. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദർശനം കാണുമ്പോൾ വചനത്തിനുള്ള ഒത്ത ദർശനമായിരിക്കണം. സ്തോത്രം. ഏതോ ഒരു ദർശനം കണ്ടിട്ട് നമ്മളത് വചനത്തോട് കൂട്ടിച്ചേർത്തിട്ട് ഇങ്ങനെ ഒരു സ്തോത്രം വല്ലാത്ത രീതിയിൽ പോകുവാൻ പാടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഉപദേശ രൂപത്തെ, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അതിനെ സ്വീകരിച്ച് ദൈവത്തിന് ദാസന്മാരായിട്ട് തീരണം. പാപത്തിൽ നിന്ന് നീതിക്ക് ദാസന്മാരായി തീരുന്ന അതൊരു ദൈവകൃപയാണ്. ഹല്ലേലൂയ. ദൈവജനങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ഒരു ദൈവകൃപ എന്താണെന്ന് ചോദിച്ചാൽ, സ്തോത്രം, പഠിപ്പിച്ച ഉപദേശത്തെ ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് പാപത്തോട് ടാറ്റാ പറഞ്ഞ് നീതിക്ക് ദാസന്മാരായി തീരുന്നവരുണ്ടല്ലോ, അതൊരു ദൈവകൃപയാ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദനേ, സ്തോത്രം, നമ്മുടെ ഇടയിൽ നിന്ന് പാപത്തോട് വിട പറഞ്ഞ് നീതിക്ക് ദാസന്മാരായി തീരണം. ഹല്ലേലൂയ. സ്തോത്രം. അതിനെക്കുറിച്ച് കുറച്ച് വിളക്കമായിട്ട് കുറച്ച് വിവരമായിട്ട് പറയണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തികളിലേക്ക് വരുമ്പോൾ അതിൻ്റെ 11:23 നാം ഇങ്ങനെ കാണുന്നു. സ്തോത്രം. അപ്പോസ്തല പ്രവർത്തികൾ 11-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ, സ്തോത്രം, ഹല്ലേലൂയ, അവൻ ചെന്ന് സ്തോത്രം ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൈവകൃപ ബർന്നബാസിനെയാണ് പറഞ്ഞേക്കുന്നത്. ബർന്നബാസ് അന്ത്യോക്യയോളം ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. സ്തോത്രം. ദൈവകൃപ എന്ന് പറഞ്ഞാൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതായത് പാപത്തോട് ടാറ്റ പറഞ്ഞു, ഉപദേശത്തെ കേട്ടു, അത് ഹൃദയപൂർവ്വം അനുസരിച്ചു, നീതിക്ക് ദാസന്മാരായി തീർന്ന് കർത്താവിനോട് ചേർന്ന് നിൽക്കുക. ഹല്ലേലൂയ. ഈ ലോകത്തിൽ, സ്തോത്രം, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവത്തിന്റെ സഭ ദൈവത്തോട് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അതാ ദൈവകൃപ എന്ന് പറയുക. കർത്താവിനോട് ചേർന്ന് നിൽക്കണം, കർത്താവിനോട് കൂട്ടായ്മ ആചരിക്കണം. ആമേൻ. ഹല്ലേലൂയ. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ ഇന്ന് നാം ആരോടാണ് ചേർന്ന് നിൽക്കുന്നത്? ഗലാത്യ സഭയോട് പറയുകയാണ്, സഹോദരൻ, നിങ്ങൾ ആമേൻ കർത്താവിനെ ഉപേക്ഷിച്ച് ന്യായപ്രമാണത്തെ സ്വീകരിച്ചെങ്കിൽ നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി എന്നാ പറയുന്നത്. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. അപ്പോൾ ആരോടാണ് ചേർന്ന് നിൽക്കുന്നത്? കർത്താവിനോട് ചേർന്ന് നിൽക്കണം. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവൻ കർത്താവുമായിട്ട് ഒരു ആത്മാവാകുന്നു. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ, അവന്റെ ഉപദേശത്തോട്, കർത്താവിന്റെ അഭിപ്രായത്തോട്, കർത്താവിന്റെ ആലോചനയോട്, കർത്താവിന്റെ ഹല്ലേലൂയ സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, എല്ലാ വിഷയത്തോടും കർത്താവിനോട് ചേർന്ന് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ബർന്നബാസ് അവരെ പ്രബോധിപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. തീർച്ചയായിട്ടും ഹൃദയ നിർണയത്തോടെ, ആരും നമ്മളെ ഫോഴ്സ് ചെയ്തിട്ടല്ല, സത്യം നമ്മൾ മനസ്സിലാക്കിയിട്ട്, സ്തോത്രം, നമ്മൾ വചനത്തിൻ്റെ സാരാംശ സത്യം എല്ലാം ശരിയായിട്ട് മനസ്സിലാക്കിയിട്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുകയാണ്. ഹല്ലേലൂയ. അതാണ് ദൈവകൃപ എന്ന് പറയുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിൽക്കുന്ന ഒരു കൂട്ടം, അതാണ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർ ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു? സ്തോത്രം, കൊരിന്ത്യ സഭ കർത്താവിനോട് ചേർന്ന് നിൽക്കുമായിരുന്നു. സ്തോത്രം, ദൈവത്തിന്റെ പ്രമാണങ്ങളെ സ്തോത്രം അവര് ഉൾക്കൊള്ളുമായിരുന്നു. കർത്താവിൽ നിന്നും കർത്താവിന്റെ ഉപദേശം സ്തോത്രം ഇവര് ഹൃദയപൂർവ്വം അനുസരിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ദൈവം സഹായിക്കുമാറാകട്ടെ. നാളുകളിൽ സ്തോത്രം വളരെ കരഞ്ഞുകൊണ്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സ്തോത്രം, ഇന്ന് വചനത്തിന് ദൈവസഭയിൽ സ്ഥാനമില്ല. കൃപ നഷ്ടപ്പെട്ട നിലയിലാണോ എന്ന് തോന്നിപ്പോകുകയാണ്. സ്തോത്രം. ഇന്ന് അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും പിന്നാലെ ജനം ഓടിപ്പോകുകയാണ്.
പ്രവചനം എവിടെയുണ്ട് അവിടെ പോയി തല കാണിക്കുകയാണ്. സ്തോത്രം. പ്രാർത്ഥിക്കാൻ വരുന്ന ആള് ദൈവദാസനാണോ അല്ലയോ എന്നൊന്നും ചിന്തിക്കാറേയില്ല. സ്തോത്രം. അന്യഭാഷ കേട്ടാൽ ഉടനെ തല ചായച്ചു കൊടുക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവര് പെട്ടെന്ന് ഫോൺ നമ്പർ വാങ്ങുന്നു. അവൻ വീട്ടിൽ പോയിട്ട് വീണ്ടും ഒരു പ്രാർത്ഥന, വീണ്ടും ഒരു ഫോൺ ചെയ്യല്. സ്തോത്രം. ഇങ്ങനെ വലയിലൊക്കെ കുടുങ്ങിയതിന് ശേഷമാണ് ഇവർക്ക് ശരിയായിട്ട് ബോധം വരുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, വചനം കേൾക്കുക. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. വചനം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാ. സ്തോത്രം. വചനം ഉള്ളതുപോലെ നാം ഗ്രഹിച്ചെങ്കിൽ സ്തോത്രം, ദൈവം തീർച്ചയായിട്ടും നമുക്ക് വിടുതൽ തരും. വിടുതലിന് വേണ്ടി ഓടാതെ കർത്താവിനോട് ചേർന്ന് നിൽക്കുക, കൃപയിൽ നിൽക്കുക. ഹല്ലേലൂയ. ആ കൃപയിൽ നിൽക്കുമ്പോഴാണ് ദൈവം സ്തോത്രം ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. റോമാലേഖനത്തിൽ ഒരു വാക്യം കൂടെ ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, സ്തോത്രം, റോമാലേഖനം 1-ാം അധ്യായം, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങളെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ശ്രദ്ധിക്കുക, റോമാസഭയോട് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ സ്തോത്രം, നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ളതായ സ്തോത്രം, നിങ്ങളുടെ ആ വിശ്വാസമുണ്ടല്ലോ സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ നല്ല നടപ്പ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ രീതി, നമ്മുടെ സ്വത്ര കൃപയുള്ള ജീവിതം, ആമേൻ, ഹല്ലേലൂയ, മറ്റുള്ളവർ കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ മുൻപിൽ ദൈവജനത്തിൻ്റെ നടപ്പ്, ആമേൻ, കൃപയോട് കൂടിയതായിരിക്കണമെന്ന് പറയുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, മുൻപേ കൊരിന്ത്യ സഭ അങ്ങനെയായിരുന്നു. ആമേൻ, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ പ്രശംസിക്കുകയാണ്. നിങ്ങളുടെ രക്ഷയെക്കുറിച്ച് ഞാൻ പ്രശംസിക്കുകയാണ്. നിങ്ങളുടെ രക്ഷയെക്കുറിച്ച് ഞാൻ പലരോടും പറയുന്നുണ്ട്. അത് ഓർത്ത് ഞാൻ ദിവസം തോറും നിങ്ങൾക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. പ്രശംസനീയമായ വിശ്വാസത്തിന്റെ ഒരു മാതൃകയുള്ള സഭയായിരുന്നു കൊരിന്ത്യ സഭ. ഹല്ലേലൂയ. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരുന്നത് പോലെ. സ്തോത്രം. 5-ാമത്തെ വാക്യത്തിൽ പറയാണ്, ദൈവസഭയിലെ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം അവർക്ക് ഉറപ്പായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം, സ്തോത്രം, ക്രിസ്തുവെ പറ്റിയ ആ ഉപദേശങ്ങൾ, സ്തോത്രം, നമുക്കത് കൺഫേം ആയിരിക്കണം. ഇംഗ്ലീഷിൽ കൺഫേം എന്നാണ് പറഞ്ഞേക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആ വേദഭാഗം ഒന്ന് ഇംഗ്ലീഷിൽ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈവൻ ദ testimony of Christ was confirmed in you. സ്തോത്രം. ശ്രദ്ധിക്കുക, ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നമ്മൾക്കത് കൺഫേം ആയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കത് ഉറപ്പായിരുന്നു. എങ്ങനെയാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ സാക്ഷ്യം നമുക്ക് ലഭിച്ചത്? സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, രാവും പകലും 3 വർഷം രാവും പകലും ഞാൻ നിങ്ങളോട് കണ്ണുനീർ വാർത്തുകൊണ്ട് ഉപദേശിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. 3 വർഷം അവരോട് ക്രിസ്തുവിനെ കുറിച്ച് അത് പറയുവാനിടയായി തീർന്നു. സ്തോത്രം. അപ്പോസ്തല പ്രവർത്തികൾ 20-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തിക്കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. സ്തോത്രം. 3 വർഷം ഇങ്ങനെ വചനം കേട്ട് ക്രിസ്തുവിൻ്റെ സാക്ഷ്യം അവർ വചനത്തിൽ ഉറച്ച് കൺഫേം ചെയ്ത ക്രിസ്തുവാണ് യഥാർത്ഥമായ സ്തോത്രം, യേശുവാണ് ക്രിസ്തുവെന്ന് അവരുടെ ഹൃദയത്തിൽ ഉറയ്ക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവസഭ അങ്ങനെ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ വളരണം. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ ശക്തനാകുന്നു. വിശ്വസിച്ചിരിക്കുന്നവൻ, തമിഴിൽ പറഞ്ഞ ഞാൻ വിശ്വാസിച്ചിരിക്കുന്നവർ ഇന്നാരെന്ന് ഞാൻ അറിവേൻ.
സ്തോത്രം. അപ്പൊ അവർ ഇന്നാരെന്ന് നമ്മൾ അറിയണം, യേശുവിനെ കുറിച്ച് അറിയണം. സ്തോത്രം, ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് അറിയുന്നതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. യേശുവിനെ കുറിച്ച് അറിയുവാനുള്ളതായ വ്യഗ്രത, അതിനെക്കുറിച്ചുള്ള ഒരു ദാഹം, ആ സ്തോത്രം ദൈവത്തിന്റെ വചനത്തിന്മേലുള്ളതായ ഒരു ആർത്തി ഉണ്ടല്ലോ. ഹല്ലേലൂയ, ജീസസ് ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ആ ക്രിസ്തുവിന്റെ സാക്ഷ്യം നമുക്ക് വചനത്തിൽ നിന്ന് ഉറപ്പാകണം, ഉറച്ചിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും വചനം വിട്ട് ആടരുത്. ചില സമയത്ത് ആടുന്ന വേലി പോലെയാണ്. കഷ്ടമോ ദുഃഖമോ പ്രയാസമോ കടവോ ഒക്കെ വരുമ്പോൾ സ്തോത്രം അവരിങ്ങനെ ഇളകുകയാണ്. വിശ്വാസത്തിൽ നിന്ന്, വചനത്തിൽ നിന്ന്, ദൈവകൃപയിൽ നിന്നൊക്കെ ഇങ്ങനെ ഇളകുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പറയുകയാണ്, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീരണം. അപ്പോൾ വചനം കേട്ട് നമ്മൾ സമ്പന്നരായിരിക്കണം. ദൈവസഭ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവസഭയുടെ ഒരു പ്രത്യേകത പറയുന്നത് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. തീർച്ചയായിട്ടും അവർ വചനത്തിൽ സമ്പന്നരായി, ആത്മീയ ദൈവവിഷയമായിട്ട് സമ്പന്നരായിരിക്കണം. അപ്പോൾ മാത്രമാണ് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ഇവിടെ പ്രത്യേകം എടുത്ത് പറയുകയാണ്, നിങ്ങൾ അവനിൽ ഉറപ്പായിരിക്കുന്നത് പോലെ, യേശു ക്രിസ്തു എന്ന് നിങ്ങൾക്ക് ഉറപ്പായിരിക്കുന്നത് പോലെ അവൻ്റെ വചനത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം, അവൻ്റെ പരിജ്ഞാനത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. വചനത്തിൽ ദൈവസഭ ദൈവവചനത്തിൽ സമ്പന്നരായിരിക്കണം. സ്തോത്രം. സമ്പന്നതയെക്കുറിച്ച് പറയുമ്പോഴാണ് കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നതിൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. സ്തോത്രം. ദൈവവിഷയമായിട്ടാണ് നമ്മൾ സമ്പന്നരായി തീരേണ്ടത്. ഈ ലോകത്തിലെ സ്വത്ത് കൂട്ടിവെക്കുക എന്നുള്ള ഒരു രീതിയിലേക്കല്ല സ്തോത്രം നമ്മുടെ വിശ്വാസ മാർഗത്തെ കാണേണ്ടത്. ഹല്ലേലൂയ. ചിലർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ആത്മീയ പുരോഗതിക്ക് വേണ്ടി, മറ്റൊരാൾ രക്ഷിക്കപ്പെടുവാൻ, ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു പ്രാർത്ഥനയൊന്നുമില്ല. എപ്പോഴും അവരുടെ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവേ എൻ്റെ ശമ്പളം കുറച്ചും കൂടെ കൂട്ടിത്തരണമേ, ഇൻസെൻറ്റീവ് എല്ലാം കിട്ടേണ്ടത് ലഭിക്കണം കർത്താവേ. സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് പ്രൊമോഷൻ ലഭിക്കണം കർത്താവേ. എൻ്റെ വീടിൻ്റെ ആ ഭിത്തി എന്ന് പൊളിച്ചിട്ട് കുറച്ചുകൂടെ അങ്ങോട്ടൊന്ന് വലുതാക്കണം കർത്താവേ. സ്തോത്രം. ഈ വർഷത്തെ കൃഷിയിലെ കുറച്ചും കൂടെ എനിക്ക് വിളവ് അധികമായി ലഭിക്കണം കർത്താവേ. ഇങ്ങനെയുള്ളതായ ആ പ്രാർത്ഥനയാണ്. ഇതൊരിക്കലും ദൈവവിഷയമായിട്ടുള്ള പ്രാർത്ഥനയല്ല. ഇവിടെ നാം വായിക്കുമ്പോൾ സ്തോത്രം കർത്താവ് പറയുകയാണ്, പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവക അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് വസ്തുവക അല്ല, അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. സ്തോത്രം. ശ്രദ്ധിക്കുക, നമ്മൾ സ്തോത്രം ഈ ലോകത്തിലെ ചില പ്രൗഢിക്ക് വേണ്ടി നമുക്ക് ഇത്രയേക്കർ ഇടമുണ്ടെന്നോ, വലിയ വീടുണ്ടെന്നോ, കാറുണ്ടെന്നോ, ബംഗ്ലാവ് ഉണ്ടെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ഇല്ലാത്തവരെ കാണുമ്പോൾ ഒരു പുച്ഛം തോന്നാം. ഇല്ലാത്തവരെ കാണുമ്പോൾ സ്തോത്രം ഇവൻ ഇത്ര നാളും പ്രാർത്ഥിച്ചിട്ടും ഇവൻ വിശ്വാസത്തിൽ വന്നിട്ട് ഒന്നും നേടിയില്ലല്ലോ എന്നൊക്കെ കുറ്റം വേണമെങ്കിൽ പറയാം. കർത്താവ് പറയുകയാണ്, നിന്റെ ഈ പുറമേയുള്ളതായ ആസ്തി കൊണ്ടൊന്നും വെച്ചിട്ടല്ല ഞാൻ നിനക്ക് അവിടെ സീറ്റ് തരുന്നത്. അങ്ങനെയുള്ളതായ നിന്റെ പുറമേയുള്ളതായ പുറമൂടിയൊക്കെ കണ്ടിട്ടല്ല ഞാൻ നിന്നെ അവിടെ മഹത്വീകരിക്കുന്നത്. സ്തോത്രം. കർത്താവിടെ പറയുകയാണ്, അതൊക്കെ നിങ്ങൾ അങ്ങനെയുള്ള ദ്രവ്യാഗ്രഹമൊക്കെ സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പലരുടെയും ശ്രദ്ധ അതിലേക്കാണ്. പലരും ഭൗതികമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആത്മീയമായ വിഷയങ്ങളിൽ അവർ സമ്പന്നരായി തീരുവാനുള്ളതായ ആ ശ്രദ്ധ വിട്ടുകളഞ്ഞു. ഇവിടെ കർത്താവ് വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഉപമയും അവനവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന് ഭൂമി നന്നായിട്ട് വിളഞ്ഞു. സ്തോത്രം. അവൻ കാശ് മുടക്കി അവൻ്റെ കൃഷിയിടങ്ങളിൽ നന്നായിട്ട് വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്തു ചെയ്യേണ്ടു, സ്തോത്രം, എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്നുള്ളിൽ വിചാരിച്ച് പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും,
എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. സ്തോത്രം. ശ്രദ്ധിക്കുക, അവന് കുറച്ച് വിളവുണ്ടായപ്പോൾ അവൻ എന്ത് ചെയ്യും? അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇതെവിടെയാണ് സംഭരിച്ചു വെക്കേണ്ടത്? എവിടെയാണ് ഇത് സ്റ്റോർ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇതിനെ സംരക്ഷിക്കേണ്ടത്? അങ്ങനെയാണ് തിരുടൻ എടുത്തുകൊണ്ട് പോകാതെ, കള്ളൻ എടുത്തുകൊണ്ട് പോകാതെ, മോഷ്ടിച്ചു കൊണ്ടുപോകാതെ, വഞ്ചിക്കപ്പെടാതെ ഇതിനെ ഒന്ന് സൂക്ഷിക്കേണ്ട വിധം എങ്ങനെയാണെന്നുള്ള ചിന്താഗതിയിൽ കൂടെ അവൻ തിന്നുമ്പോഴും ഉറങ്ങുമ്പോഴും അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോഴും എല്ലാം ഈ സ്വത്തിനെ കുറിച്ചുള്ള ചിന്തയാണ്. ഇത് തന്നെയാണ് അവനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു സുരക്ഷിതമായ സ്ഥാനത്ത് ഇങ്ങനെ ഒന്ന് എത്തിച്ചേർത്തില്ലെങ്കിൽ എൻ്റെ കുട്ടികൾ എന്തായിത്തീരും? അവരുടെ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും കരുതണ്ടേ എന്നുള്ള ചിന്താഗതിയിൽ അവൻ പ്രാർത്ഥന മറന്നുപോയി, ആരാധനയ്ക്ക് പോകുന്നത് വിട്ടുകളഞ്ഞു. ഇപ്പോൾ സ്വത്രം അവൻ ഹല്ലേലൂയ നല്ല എഞ്ചിനീയറെ തേടി നടക്കുകയാണ്, നന്നായിട്ട് പണിയുന്നവരെ തേടി നടക്കുകയാണ്. അവനൊരു വലിയ കളപ്പുര ഉണ്ടാക്കി. സ്വത്രം ഹല്ലേലൂയ. അവൻ അവിടെ ഒരു വലിയ പണ്ടകശാല ഉണ്ടാക്കി. തന്റെ വിളവുകളെല്ലാം അവിടെ കൂട്ടിവെക്കുവാനുള്ളതായ തത്രപ്പാടിലാണ് അവൻ. സ്വത്രം ഹല്ലേലൂയ. അവൻ ഇടിച്ചിട്ട് പുതിയത് പൊളിച്ചു പണിയുവാനുള്ളതായ ആലോചന നടത്തുന്നത്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, അവന്റെ അടുത്ത് എത്രയോ ദരിദ്രന്മാര്, ഒരു നേരത്തെ ആഹാരമില്ലാതെ, ശരിയായിട്ട് വസ്ത്രം ധരിക്കാതെ, നല്ല വീടില്ലാതെ സ്തോത്രം എത്രയോ പേരുണ്ടായിരിക്കാം. എന്നാൽ അവന് സ്തോത്രം എങ്ങനെ ദാനധർമ്മം ചെയ്യുന്നത് അവൻ മറന്നുപോയി. അവൻ ഹല്ലേലൂയ തിരുവചനം ഇങ്ങനെ പറയുന്നു. അവൻ എബ്രായ ലേഖനം 13:16 ഇങ്ങനെ പറയുകയാണ്, നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും മറന്നു പോകരുത്. ഈ വിധയാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിനക്ക് അധികം വരുന്നത് ആർക്കെങ്കിലും കൊടുത്താൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടായി തീരും. നീ ദൈവ വിഷയമായിട്ടാണ് സമ്പന്നനായി തീരേണ്ടതിന് വചനം ഇങ്ങനെയാണ് നിന്നെ പഠിപ്പിക്കുന്നത്. അല്ലാതെ നിനക്ക് വേണ്ടി നീ ഇങ്ങനെ കൂട്ടി വെച്ചാൽ ഒരു കാലത്തിലെ സ്വതന്ത്ര കർത്താവ് നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ നീ കൂട്ടിവെച്ചതൊക്കെ ആർക്കാകും? ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹിക്കുന്ന സ്വതന്ത്ര എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കർത്താവിനെ സ്നേഹിക്കുന്നവരെ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, നമ്മുടെ ചിന്തകൾ ഈ ഭൂമിയിൽ കൂടെ ചുറ്റിത്തിരിയാതെ ഹല്ലേലൂയ സ്വതന്ത്ര ആത്മാവിനെ രക്ഷിച്ച കർത്താവിലേക്ക് ഒന്ന് ഉന്നതമായ ചിന്തകൾ ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്വതന്ത്രം. ദൈവ വിഷയമായിട്ട് സമ്പന്നരാകണം. ദൈവവിഷയമായി ആത്മീയമായിട്ട് കുറച്ചൊരു സ്വതന്ത്ര സമ്പന്നത വേണം. സ്വതന്ത്ര ഹല്ലേലൂയ പ്രാർത്ഥിപ്പാൻ എത്ര വർഷമായിട്ട് വിശ്വാസത്തിൽ വന്നു, എത്ര വർഷമായി ഹല്ലേലൂയ ഈ ബൈബിൾ എടുത്തുകൊണ്ട് നടക്കുകയാണ്. ഇന്നും ശരിയായിട്ട് ഉൽപ്പത്തി എവിടെ വെളിപ്പാട് എവിടെ തിരിച്ചറിയത്തില്ല. എന്നാൽ ഹല്ലേലൂയ സ്വതന്ത്ര വായു തുറന്നാൽ ഉടനെ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ തന്റെ അതിരുകളൊന്ന് വിശാലമാകുവാൻ വേണ്ടി എബ്ബേസ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ കൈ അറുത്താൽ ഉപ്പ് തേക്കുകയില്ല. സ്വതന്ത്ര എവിടെ പോകുന്നു? ആമേൻ ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായി പറയുകയാണ്, നീ സ്വതന്ത്ര ദൈവ വിഷയമായി സമ്പന്നരാകണം. സ്വതന്ത്രം പുഴുവും തുരുമ്പും കെടുത്തുന്ന ഈ ഭൂമിയിൽ നിന്റെ നിക്ഷേപം സ്വരൂപിക്കരുത്. അത് സ്വതന്ത്ര ഹല്ലേലൂയ ഒരു ദിവസം അത് പുഴു തിന്നുന്നതാ, അത് തുരുമ്പ് കെടുത്തി കളയുന്നതാ, അതുകൊണ്ടൊരു ലാഭം ഉണ്ടാകുന്നില്ല. സ്വതന്ത്ര സമാപ്രസംഗി പറയുന്നു, മനുഷ്യൻ അധ്വാനിച്ച് കുന്നുകൂട്ടി വെച്ചിട്ട് ഹല്ലേലൂയ ഇതവന്റെ അനന്തരവൻ കഴിക്കുമോ ഇല്ലയോ, അവന് പ്രയോജനപ്പെടുമോ എന്നറിയാതെ അവനോടൊന്ന് പറന്നു പോകുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവ വിഷയമായി സമ്പന്നരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. വചനത്തിന്റെ ആ സത്യങ്ങൾ അറിഞ്ഞ് വചനത്തിൽ സമ്പന്നരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ സമയം തീരുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. നാം ഇവിടെ ചിന്തിച്ചു വന്നത് കൊരിന്ത്യ സഭയിലെ സ്തോത്രം അവർ ഹല്ലേലൂയ സ്തോത്രം വേദഭാഗം ഒരിക്കൽ കൂടെ വായിക്കട്ടെ. 1-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 6-ാമത്തെ വാക്യം, അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായിത്തീർന്ന് ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കൃപാവരത്തിൽ കുറവില്ലാത്തവരായി. സ്തോത്രം. കൃപാവരം ദൈവസഭയ്ക്ക് പുതിയ നിയമസഭ കൃപകളാലും വരങ്ങളാലും അലങ്കരിക്കപ്പെട്ടതാണ്. സ്തോത്രം. ഹല്ലേലൂയ. കൃപകളിനാലും വരങ്ങളിനാലും അലങ്കരിക്കപ്പെട്ടതായിരിക്കണം. സ്തോത്രം. ദൈവസഭ
അങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം എനിക്ക് ലഭിക്കുന്ന ശുശ്രൂഷയുടെ അടുത്ത ദിവസം ഞാൻ ഇതിൻ്റെ ബാക്കി ഓർപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധനായ സ്വർഗീയ നല്ല വാഴ്ത്തപ്പെട്ട പിതാവേ, അനുഗ്രഹീതമായ നല്ല സായം സന്ധിക്കായ സ്തോത്രം. വിഷൻസ് ഓഫ് ഗോഡ് മിനിസ്ട്രീസ് മീഡിയയുടെ പ്രവർത്തനങ്ങളെ ഇതുവരേക്കും ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റ് കർത്തൃദാസന്മാരെല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. തുടർന്നും കർത്താവിൻ്റെ അത്ഭുതമായ സാന്നിധ്യം കൂടെ ഇരിക്കണം. യേശുവേ സ്തോത്രം. ഇന്ന് വചനം കേട്ട് എല്ലാവരും ദൈവം അനുഗ്രഹിച്ചാട്ടെ. സ്തോത്രം. യേശുവേ നന്ദിയോടെ സ്തുതിക്കുന്നു. കൊരിന്തിയ സഭയുടെ ആദ്യ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ഇന്ന് ഈ പകൽക്കാലം ചിന്തിപ്പാൻ പരിശുദ്ധാത്മാവിടയാക്കിയതിനായി സ്തോത്രം. തുടർന്നും അവിടുത്തെ വലിയ സാന്നിധ്യം കൂടെ ഇരിക്കണം. ഭാരത്തോടെ, പ്രയാസത്തോടെ, കഷ്ടതയോടെ, വ്യാധിയോടെ, വ്യാകുലത്തോടെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവരെ സൗഖ്യമാക്കണമേ, വിടുവിക്കണമേ, ദൈവകൃപയാൽ നിറയ്ക്കണമേ കർത്താവേ. ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ലൈവിൽ കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.